വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ വ്ളോഗ്. സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ കണ്ടാണ് ഈ ബാഗ് തോന്നില്ല. വേറെയല്ല, ഞാൻ തിരുവനന്തപുരത്ത് പോവാണ് ഞങ്ങൾ. അപ്പോൾ രാത്രി 9:30-ക്കാണ് ഇത് വരുന്നത്, ട്രെയിൻ വരുന്നത്. അപ്പോൾ നാളെ 4 മണിയാകുമ്പോഴേക്കും അവിടെ എത്തും. അപ്പോൾ ഇനി നമ്മൾ അതിനുവേണ്ടി കാത്തിക്കാൻ എല്ലാം റെഡി ആവുകയാണ്. ഞാൻ എന്തായാലും ബാഗ് കൊണ്ടൊക്കെ എത്തിയിട്ടുണ്ട്, സ്കൂൾ ബാഗ് കൊണ്ട്. അപ്പോൾ നാളത്തെ ഒരു ദിവസം ലീവാകും സ്കൂളിൽ. നാളെയാണ് നമ്മൾ തിരുവനന്തപുരത്ത് എത്തുള്ളൂ. ഒരു ഡേറ്റ് ഇപ്പോൾ ലീവ് എത്ര എടുക്കുള്ളൂ. പിന്നെ എന്നാണ് സ്കൂൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇനി താഴത്ത് പോട്ടെ, ആർക്കും അവിടെയൊക്കെ റെഡിയായി നമുക്ക് നോക്കാം. സോ അത് നമ്മൾ താഴ്ത്തിറങ്ങി എൻ്റെ റൂം മേളിലാണ് ഞാൻ പാക്ക് ചെയ്തിറങ്ങി. ഡ്രസ്സാണ് കഴിച്ചത്. ഇപ്പോൾ ഇവിടെ RCBSS പഞ്ചാബ് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എന്തായാലും നമ്മൾ ലഗേജൊക്കെ എടുത്തിട്ട് വണ്ടിക്ക് വെക്കട്ടെ. സോ വണ്ടി കയറിയിട്ടാണ് അങ്ങനെ ലഗേജ് നമ്മൾ ലഗേജ് റെഡി ആക്കിയിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ വണ്ടി ഡിക്കി തുറന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് സാധനം ഫോട്ടോസ് പോകുന്ന രോഗം. ഫസ്റ്റ് നമ്മളിത് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ കയറ്റാനുള്ള സാധനങ്ങൾ പറയുന്നത് ഇത്രയും സാധനങ്ങളാണ് ഗൈസ്. അപ്പോൾ എൻ്റെ അമ്മ ഇറങ്ങുന്നുണ്ട്, അച്ഛനും ഇറങ്ങുന്നുണ്ട്. അവിടെ അല്ല അതിലുണ്ട്, ഈ പിങ്ക് ബാഗിലുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കയറിയിട്ട് വിളിക്ക്. സോ കയറ്റിയിട്ട് ഉള്ളിൽ കയറിയിട്ടാണ്. അങ്ങനെ ഗൈസ് നമ്മൾ ട്രെയിനിലാണ്. വരണം ഒഴിക്കുന്ന എടുക്കാൻ പറ്റിയില്ല. നമ്മൾ വർക്കല ശിവഗിരിയാണ് ഇവിടെ കറണ്ട് ലൊക്കേഷൻ. ഇപ്പോൾ റെയിൽവേ ട്രാക്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിരിക്കുന്നത് കാണാം. വർക്കല ശിവഗിരി എന്നുള്ള ബോർഡൊക്കെ കാണാം. വർക്കല ശിവഗിരി. അപ്പോൾ കഴക്കൂട്ടം കഴിഞ്ഞാൽ തിരുവനന്തപുരമായി. എറണാകുളത്ത് കൊല്ലം, കോട്ടയം, എറണാകുളമൊക്കെ ഉണ്ടായിരുന്നു, എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കറണ്ട് സമയം 3:20 ഉറങ്ങി കുറച്ച് നേരം കഴിച്ചിട്ട് ഇതാണ് ടൈം എടുത്തത്. മഴ പെയ്തുകൊണ്ടാണ് ഇത് തോന്നിയത്. നല്ല തണുപ്പും വൃത്തിയുണ്ട്. ട്രെയിൻ അമൃത എക്സ്പ്രസ്സാണ്. വെള്ളിയാണ്. ക്യാമറകളൊക്കെ വ്യൂ കാണിച്ചു തരാണെങ്കിൽ കാണുമെന്നറിയില്ല. അച്ഛൻ്റെ അമ്മ, അച്ഛൻ. അപ്പം ഞങ്ങൾ കഴക്കൂട്ടൊക്കെ വീട്ടിൽ ഞങ്ങൾ എണീച്ചിക്കും കാണാൻ വേണ്ടിയിരിക്കാൻ. ഇന്നലെ വേണം കഴക്കൂട്ടത്ത് എടുക്കാം. അതിൻ്റെ ക്യാമറ സെൻറ്റർ നമ്മളിവിടെ പുറത്തിറങ്ങാണ്. സോ അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് പുറത്തിറക്കട്ടെ. ഓട്ടോ വിളിച്ചിട്ടുണ്ട്, റൂമിലേക്ക് പോകണം. ലിഫ്റ്റ് കയറാൻ ബുദ്ധിമുട്ടുകയാണ്. ട്രിവാൻഡ്രം സെൻട്രൽ നമുക്ക് ഓട്ടോ കയറി പോകണം. തിരുവനന്തപുരത്ത് ലോഡ്ജ് റൂം എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂം വരുന്നത്. ഞാൻ ഫ്രഷായി. സോ വന്നപ്പോൾ വീട്ടിടാൻ പറ്റിയില്ല. നമുക്ക് ക്ഷീണമായതൊക്കെ ഉണ്ട്, കറക്റ്റാണ് ചെയ്തത്. അപ്പോൾ ട്രിവാൻഡ്രം അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ ലിഫ്റ്റ് ഉണ്ട്. അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ റൂം 128.
ഇത് തന്നെയാണ്. ഇതാണ് ഞങ്ങളുടെ റൂം. ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബെഡ്റൂം 3 അടുപ്പിച്ചിട്ടുള്ള ടൈപ്പാണ്. ഇതാ അങ്ങനത്തെ ഉണ്ട്. സ്പേസ് ഉണ്ട്. ടി വി ചെരുപ്പില്ലേ അയച്ചു. നമുക്ക് ഞങ്ങൾ വന്നതിന് ശരിക്കും എന്താ ചെയ്യാൻ ചേച്ചി കോളേജ് പഠിക്കുന്നുണ്ടോ അപ്പോൾ റൂമ് വന്നിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. കയ്യിലിട്ടുള്ള കപ്പണ സംസ്കാരത്തിൽ ഞങ്ങൾ വിചാരിക്കുന്നു ഈ കാറുണ്ട് ഞങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവും ഇവിടെ. അത് നോട്ടത്തിൽ കയറി ചിലക്കി മാറും. ഇതൊരു റോഡ് സൈഡ് പറയുമ്പോൾ ഇത്തിരി ഉള്ളിക്കുള്ളൊരു റോഡാണത്. ജെൽ പ്ലാസ എന്നാണ് പേര്. ജെൽ പ്ലാസ ലോഡ്ജ് ആണ് സ്ഥലത്ത് ലോഡ്ജിൻ്റെ പേരാണ്. എന്തെങ്കിലും വലിയ ആവട്ടില്ല റൂം ഫ്രണ്ട്സ് ഞങ്ങളിവിടെ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ വീട് റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ കഴിക്കാൻ പോവാണ്. നോക്കാം, കഴിക്കാൻ പോവാം നമുക്ക്. ഇപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല എന്നാണ് പറഞ്ഞത്. ഉച്ചഭക്ഷണം ഇവിടെ നാട്ടാം. കഴിക്കാൻ അമ്മ വീട് റെസ്റ്റോറൻറ്റ്. ഇത് നമുക്ക് അടിയിലാണ്. അത് തുറക്കാം. സാധനങ്ങളെ പോകുന്നുണ്ട്. ഞങ്ങൾ റെൻ്റേക്കാർക്ക് സ്ഥലമുണ്ട് ഇവിടെ. ഞങ്ങൾ അവിടെ പോയി വെക്കട്ടെ. ഒരു വണ്ടി എടുക്കണം. ഒരു വണ്ടി എടുക്കട്ടെ. കഴിക്കുകയാണ്. ഗീ റോസ്റ്റ്, സാമ്പാറും അതെ ഗൈസ്, നമ്മൾ റൂംസൊക്കെ നോക്കി ഒന്നും കിട്ടിയിട്ടില്ല. അത് കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു സ്പെഷ്യൽ ഒരാളുടെ കടയ്ക്ക് പോകാനുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഞാൻ കാണിച്ചു തരാം ആരാ ആള്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്തായാലും. അപ്പം ഇനി എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. അപ്പോൾ ഇനി പോവാം. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ അമ്മ വീട് റെസ്റ്റോറൻറ്റ്. ഈ കിഷോർ പറഞ്ഞിട്ട് യൂട്യൂബറുണ്ട്. ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്നൊരു ആളാണ്. അപ്പോൾ ആളുടെ കടയിലാണ് കാണുന്നത്. ആളുണ്ടോ എനിക്കറിയില്ല. ഇതാണ് നമ്മളുടെ റെസ്റ്റോറൻറ്റ്. ഉണ്ട് തോന്നുന്നുണ്ട്. സോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാം. നമുക്ക് കൊണ്ട് കയറാം. അമ്മ വീട് റെസ്റ്റോറൻറ്റ്. കിഷോർ പറഞ്ഞാൽ ഫുഡ് ഇവിടെ ഇല്ല, ആൾ കിട്ടില്ല. ഊണാണൊക്കെ ഉള്ളത് നമ്മുടെ കടയിൽ. അത് വാങ്ങാം. മീൻ പൊളിച്ചുണ്ട് വാങ്ങാം. നമുക്ക് വാങ്ങാനുള്ളതൊക്കെ വാങ്ങാം.
ഇതാണ് നമ്മുടെ ഫുഡ്. മീൻ പൊള്ളിച്ചത് ആ കോൺസ് നെട്ട് എന്തായാലും നമ്മുടെ കഴിക്കലൊക്കെ കഴിഞ്ഞു. ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. എൻ്റെ ഫുഡൊക്കെ അറിയപ്പോഴേക്കും ആ സാരിലാന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പോൾ ആ ചിരക്ക എന്നൊക്കെ പറഞ്ഞ് നോക്കിയെടുത്തു. ഫോട്ടോ ഞാൻ എന്തായാലും സൈഡിൽ കൊടുത്തേക്കാം. അതായത് നിങ്ങൾ ഫോട്ടോസ് കാണും. അപ്പോൾ ഗൈസ് ഞങ്ങൾ റൂമിലെത്തിയിട്ടുണ്ട്. ഇനി വീഡിയോ അതിൻ്റെ ചെയ്യാൻ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ. സോ എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.